അടുത്ത 5 വർഷം നമ്മുടെ മഹാരാജ്യം ആര് ഭരിക്കുമെന്ന് ഇന്നറിയാം. രാവിലെ 8-ന് വോട്ടെണ്ണൽ തുടങ്ങി. ആദ്യ ഫലസൂചനകൾ 11 മണിയോടെ പ്രതീക്ഷിക്കാം. തുടർഭരണമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം. എന്നാൽ എക്സിറ്റ് പോളല്ല കാര്യമെന്നും ജനമെഴുതിയ വിധി അനുകൂലമെന്നും പ്രതിപക്ഷ ഇന്ത്യ സഖ്യം കരുതുന്നു. 295 സീറ്റിൽ കുറയില്ലെന്നാണ് അവരുടെ പ്രതീക്ഷ. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ കേരളത്തിൽ പോളിംഗ് ശതമാനം ഇത്തവണ കുറവായിരുന്നത് മഴ പ്രവചനം പോലെ രാഷ്ട്രീയ കാലാവസ്ഥയെയും സങ്കീർണമാക്കുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ആകെ 194 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 72.7% പോളിംഗ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇന്നാണ്. 2019-ൽ NDAക്ക് 352 സീറ്റാണ് ലഭിച്ചത്. ഇത്തവണയും NDA 350 സീറ്റിലധികം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിട്ടുള്ളത്. ചില ഫലങ്ങൾ NDA 400 കടക്കുമെന്നും പറയുന്നു. ആദ്യം തപാൽ ബാലറ്റുകളാണ് എണ്ണുക. തുടർന്ന് അരമണിക്കൂറിനകം യന്ത്രങ്ങളിലെ വോട്ടെണ്ണും. പിന്നീട് നിശ്ചിത VVPAT സ്ലിപ്പുകൾ എണ്ണും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ആപ്പിലും അപ്പോൾ തന്നെ വിവരങ്ങൾ കിട്ടും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 44 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. ഏപ്രിൽ 19-നായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ്. കഴിഞ്ഞ 1-ന് അവസാന ഘട്ടം നടന്നു. സിക്കിം, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഓഹരി വിപണികളിൽ റെക്കോർഡ് കുതിപ്പാണ് ഇന്നലെ ദൃശ്യമായത്. വില സൂചകങ്ങളായ നിഫ്റ്റിക്കും സെൻസെക്സിനും സർവകലാശാല ഔന്നിത്യം മാത്രമല്ല അസാധാരണമായ പ്രതിദിന നേട്ടവുമുണ്ടായി. 3.5% സൂചികകളിലെ വർധന. നിക്ഷേപകരുടെ ആസ്തി മൂല്യത്തിലുണ്ടായ വർധന 14 ലക്ഷം കോടി രൂപയാണ്. ഭരണം തുടർന്നാൽ ഈ മാസം 10-നകം പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടത്താനാണ് BJP ഉദ്ദേശിക്കുന്നത്. 12-ന് പ്രധാനമന്ത്രി G7 ഉച്ചകോടിക്കായി ഇറ്റലിക്ക് പോകുമെന്ന് BJP വൃത്തങ്ങൾ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.